ഓം ശാന്തി 13/4/2025 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 31/12/2004. മുരളിയുടെ ടൈറ്റിലാണ് ഈ വർഷത്തിന്റെ ആരംഭത്തോടെ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി പ്രത്യക്ഷമാക്കൂ. ഇതാണ് മുക്തിധാമത്തിന്റെ ഗേറ്റിന്റെ താക്കോൽ. ഇന്ന് നവയുഗ രചയിതാവ് ബാബ്ദാദ തന്റെ കുട്ടികളുമായി നവവർഷം ആഘോഷിക്കുന്നതിനു വേണ്ടി, പരമാത്മാ മിലനം ആഘോഷിക്കുന്നതിനു വേണ്ടി, കുട്ടികളുടെ സ്നേഹത്തിൽ തന്റെ ദൂരദേശത്തു നിന്നും സാകാരവതനത്തിലേക്ക് മിലനം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. ലോകത്ത് നവവർഷത്തിന്റെ ആശംസകൾ പരസ്പരം നൽകുന്നു. എന്നാൽ ബാബ്ദാദ താങ്കൾ കുട്ടികൾക്ക് നവയുഗത്തിന്റെയും നവവർഷത്തിന്റെയും രണ്ടിന്റെയും ആശംസകൾ നൽകുന്നു. പുതുവർഷം ഒരു ദിവസം ആഘോഷിക്കാനുള്ളതാണ്. നവയുഗമാണെങ്കിൽ താങ്കൾ സംഗമത്തിൽ സദാ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ ഏവരും പരമാത്മാ സ്നേഹത്തിന്റെ ആകർഷണത്തിൽ ആകർഷിക്കപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. എന്നാൽ ഏറ്റവും ദൂരദേശത്ത് നിന്ന് വരുന്നയാൾ ആരാണ്? ഡബിൾ വിദേശി. അവരാണെങ്കിൽ പിന്നെയും ഈ സാകാര ദേശത്ത് തന്നെയാണ്. എന്നാൽ ബാബ്ദാദ ദൂരദേശി എത്ര ദൂരെ നിന്നാണ് വന്നിരിക്കുന്നത്? കണക്കെടുക്കാനാവും. എത്ര മൈൽ അപ്പുറത്തു നിന്ന് വന്നിരിക്കുന്നു. അപ്പോൾ ദൂരദേശി ബാബ്ദാദ നാനാഭാഗത്തെയും കുട്ടികൾക്ക് ഡയമണ്ട് ഹാളിൽ ഇരിക്കുകയാകട്ടെ, മധുബനിൽ ഇരിക്കുകയാകട്ടെ, ജ്ഞാന സരോവരത്തിൽ ഇരിക്കുകയാകട്ടെ, ഗാലറിയിൽ ഇരിക്കുകയാകട്ടെ, താങ്കൾ ഏവർക്കുമൊപ്പം ആരാണോ ദൂരെയിരുന്നും ദേശവിദേശത്ത് ബാബ്ദാദയുമായി മിലനം ആഘോഷിക്കുന്നത്, ബാബ്ദാദ കണ്ടുകൊണ്ടുമിരിക്കുന്നു. എല്ലാവരും എത്ര സ്നേഹത്തോടെ ദൂരെ നിന്ന് കണ്ടുകൊണ്ടുമിരിക്കുന്നു, കേട്ടുകൊണ്ടുമിരിക്കുന്നു. അപ്പോൾ നാനാഭാഗത്തെയും കുട്ടികൾക്ക് നവയുഗത്തിന്റെയും നവവർഷത്തിന്റെയും കോടി മടങ്ങ് ആശംസകൾ, ആശംസകൾ, ആശംസകൾ. കുട്ടികൾക്ക് നവയുഗം നയനങ്ങൾക്ക് മുന്നിലല്ലേ? കേവലം ഇന്ന് സംഗമത്തിലാണ്. നാളെ തന്റെ നവയുഗത്തിൽ രാജ്യ അധികാരിയായി രാജ്യം ഭരിക്കും. ഇത്രയും സമീപം അനുഭവം ചെയ്യുന്നുണ്ടോ? ഇന്നിന്റെയും നാളെയുടെയും കാര്യമാണ്. ഇന്നലെ ആയിരുന്നു, നാളെ വീണ്ടും ആകണം. തന്റെ നവയുഗത്തിന്റെ സ്വർണിമ യുഗത്തിന്റെ സ്വർണിമ വസ്ത്രം മുന്നിൽ കാണപ്പെടുന്നുണ്ടോ? എത്ര സുന്ദരമാണ്! സ്പഷ്ടമായി കാണപ്പെടുന്നില്ലേ? ഇന്ന് സാധാരണ വസ്ത്രത്തിലാണ്, നാളെ നവയുഗത്തിന്റെ സുന്ദര വസ്ത്രത്തിൽ തിളങ്ങിക്കൊണ്ട് കാണപ്പെടും. നവവർഷത്തിന് ഒരു ദിവസത്തേക്ക് പരസ്പരം സമ്മാനം നൽകുന്നു. എന്നാൽ നവയുഗ രചയിതാവായ ബാബ്ദാദ താങ്കൾ എല്ലാവർക്കും സ്വർണിമ ലോകത്തിന്റെ സമ്മാനം നൽകി. ഓർമ്മയില്ലേ? മറന്നിട്ടില്ലല്ലോ. സെക്കൻഡിൽ വരാൻ കഴിയും. ഇപ്പോഴിപ്പോൾ സംഗമത്തിൽ ഇപ്പോഴിപ്പോൾ തന്റെ സ്വർണിമ ലോകത്തിൽ എത്തിച്ചേരുന്നുണ്ടോ? അതോ വൈകിപ്പോകുന്നുണ്ടോ? തന്റെ രാജ്യം സ്മൃതിയിൽ വരുന്നില്ലേ? ഇന്നത്തെ ദിവസത്തെ വിടയുടെ ദിവസം എന്ന് പറയുന്നു. 12 മണിക്ക് ശേഷം ആശംസകളുടെ ദിവസം എന്ന് പറയുന്നു. അപ്പോൾ വിടയുടെ ദിവസം വർഷത്തിന്റെ വിടയ്ക്കൊപ്പമൊപ്പം താങ്കൾ എല്ലാവരും വർഷത്തിനൊപ്പം ആർക്ക് വിട നൽകി? പരിശോധിച്ചുവോ? സദാകാലത്തേക്ക് വിട നൽകിയോ അതോ അല്പകാലത്തേക്ക് വിട നൽകിയോ? ബാബ്ദാദ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, സമയത്തിന്റെ വേഗത തീവ്രഗതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ മുഴുവൻ വർഷത്തിന്റെ റിസൾട്ടിൽ പരിശോധിച്ചു. എന്താ എന്റെ പുരുഷാർത്ഥത്തിന്റെ വേഗത തീവ്രമായിരുന്നുവോ?
അതോ ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ആയിരുന്നുവോ? ലോകത്തെ അവസ്ഥകൾ കണ്ടുകൊണ്ട് ഇനി തന്റെ വിശേഷ 2 സ്വരൂപങ്ങളെ പ്രത്യക്ഷപ്പെടുത്തൂ. ആ 2 സ്വരൂപമാണ്, ഒന്ന് സർവരെയും പ്രതി ദയാമനസ്കരും മംഗളകാരിയും, രണ്ടാമത് ഓരോ ആത്മാവിനെ പ്രതി സദാ ദാതാവിന്റെ കുട്ടികൾ, മാസ്റ്റർ ദാതാവ്. വിശ്വത്തിലെ ആത്മാക്കൾ തീർത്തും ശക്തിഹീനരും ദുഃഖികളും അശാന്തരുമായി നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബയ്ക്ക് മുന്നിൽ താങ്കൾ പൂജ്യ ആത്മാക്കളുടെ മുന്നിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നിമിഷങ്ങളിലേക്കെങ്കിലും സുഖം നൽകിയാലും, ശാന്തി നൽകിയാലും, സന്തോഷം നൽകിയാലും, ധൈര്യം നൽകിയാലും. ബാബയ്ക്ക് കുട്ടികളുടെ ദുഃഖം, പരവശത കാണുവാൻ സാധിക്കുകയില്ല, കേൾക്കുവാൻ സാധിക്കുകയില്ല. എന്താ താങ്കൾ എല്ലാ പൂജ്യാത്മാക്കൾക്കും ദയ തോന്നുന്നില്ലേ? യാചിച്ചുകൊണ്ടിരിക്കുകയാണ്, തരണേ തരണേ തരണേ. അപ്പോൾ ദാതാവിന്റെ മക്കൾ കുറച്ച് അഞ്ജലി നൽകൂ. ബാബയും താങ്കൾ കുട്ടികളെ കൂട്ടുകാരാക്കി, മാസ്റ്റർ ദാതാവാക്കി, തന്റെ വലം കൈ ആക്കി. ഇതേ സൂചന നൽകുകയാണ്, ഇത്രയും വിശ്വത്തിലെ ആത്മാക്കൾ എല്ലാവർക്കും മുക്തി കൊടുക്കണം, മുക്തിധാമത്തിലേക്ക് പോകണം. അപ്പോൾ ദാതാവിന്റെ മക്കൾ തന്റെ ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ, മനസ്സാശക്തിയിലൂടെ, ശബ്ദത്തിലൂടെയാകട്ടെ, സംബന്ധ സമ്പർക്കത്തിലൂടെയാകട്ടെ, ശുഭഭാവന ശുഭകാമനയിലൂടെ ആകട്ടെ, അന്തരീക്ഷത്തിലെ വൈബ്രേഷനിലൂടെ ആകട്ടെ, ഏതെങ്കിലും യുക്തിയിലൂടെ മുക്തി കൊടുക്കൂ. നിലവിളിക്കുകയാണ്, മുക്തി തരണേ. ബാബ്ദാദ തന്റെ വലം കൈകളോട് പറയുകയാണ്, ദയ കാണിക്കൂ. ഇപ്പോൾ വരെയും കണക്കെടുക്കൂ. മെഗാ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാകാം, കോൺഫറൻസ് ചെയ്തിട്ടുണ്ടാകാം. ഭാരതത്തിലോ വിദേശത്തോ സെന്ററുകളും തുറന്നിട്ടുണ്ടാകാം. പക്ഷെ ആകെ വിശ്വത്തിലെ ആത്മാക്കളുടെ സംഖ്യയുടെ കണക്കിൽ എത്ര ശതമാനത്തിലുള്ള ആത്മാക്കൾക്ക് മുക്തിയുടെ വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? കേവലം ഭാരത മംഗളകാരിയാണോ, അതോ വിശ്വത്തിൽ 5 ഭൂഖണ്ഡങ്ങളും ഉണ്ട്? എവിടെയെല്ലാം സേവാ കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ടോ അവിടത്തെ മംഗളകാരിയാണോ, അതോ വിശ്വമംഗളകാരിയാണോ? വിശ്വത്തിന്റെ മംഗളം ചെയ്യുന്നതിന് വേണ്ടി ഓരോ കുട്ടികൾക്കും ബാബയുടെ കൈ, അതായത് വലം കൈ ആകണം. ആർക്കെങ്കിലും എന്തെങ്കിലും നൽകുമ്പോൾ എന്തിലൂടെയാണ് നൽകാറുള്ളത്? കൈകൊണ്ടല്ലേ നൽകാറുള്ളത്? അപ്പോൾ ബാബ്ദാദയ്ക്ക് താങ്കൾ കൈകളല്ലേ? അപ്പോൾ ബാബ്ദാദ വലം കൈകളോട് ചോദിക്കുകയാണ്, എത്ര ശതമാനത്തിന്റെ മംഗളം ചെയ്തിട്ടുണ്ട്? എത്ര ശതമാനത്തിന്റെ ചെയ്തിട്ടുണ്ട്? പറയൂ, കണക്കെടുക്കൂ. പാണ്ഡവർ കണക്ക് നോക്കാൻ സമർത്ഥരല്ലേ? അതിനാൽ ബാബ്ദാദ പറയുന്നു, ഇനി സ്വപുരുഷാർത്ഥത്തിന്റെയും സേവനത്തിന്റെയും ഭിന്ന ഭിന്ന വിധികളിലൂടെ പുരുഷാർത്ഥം തീവ്രമാക്കൂ. സ്വയത്തിന്റെ സ്ഥിതിയിലും 4 കാര്യങ്ങൾ വിശേഷിച്ച് പരിശോധിക്കൂ. ഇതിനെ പറയും തീവ്ര പുരുഷാർത്ഥം. ഒരു കാര്യം ആദ്യം ഇത് പരിശോധിക്കൂ, നിമിത്ത ഭാവമുണ്ടോ? ഏതെങ്കിലും റോയൽ രൂപത്തിലെ ഞാനെന്ന ഭാവം ഇല്ലല്ലോ, എന്റേതെന്ന ഭാവം ഇല്ലല്ലോ. സാധാരണ ആൾക്കാരുടെ ഞാൻ എന്റേത് എന്നതും സാധാരണമാണ്, സ്ഥൂലമാണ്. എന്നാൽ ബ്രാഹ്മണ ജീവിതത്തിലെ ഞാൻ എന്റേത് സൂക്ഷ്മവും രാജകീയവുമാണ്. അതിന്റെ ഭാഷ അറിയാമോ എന്താണെന്ന്? ഇതൊക്കെ നടക്കുക തന്നെ ചെയ്യും, ഇതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. ഇതെല്ലാം ഉണ്ടാവേണ്ടതാണ്. പോയിക്കൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ നിമിത്തഭാവം, ഓരോ കാര്യത്തിലും നിമിത്തം.
സേവനത്തിലാകട്ടെ, സ്ഥിതിയിലാകട്ടെ, സംബന്ധ സമ്പർക്കത്തിൽ മുഖവും പെരുമാറ്റവും നിമിത്തഭാവത്തിന്റേത് ആകട്ടെ, അവർക്ക് രണ്ടാമത് വിശേഷതയുണ്ടാകും, വിനയഭാവം. നിമിത്തവും വിനയഭാവത്തോടെയും നിർമ്മാണം ചെയ്യുക. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു: നിമിത്തം, വിനയം, നിർമ്മാണം. 4ാമത്തതാണ് നിർവാണം. എപ്പോൾ ആഗ്രഹിക്കുന്നുവോ നിർവാണധാമത്തിൽ എത്തിച്ചേരുന്നു. നിർവാണ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുക. എന്തെന്നാൽ സ്വയം നിർവാണ സ്ഥിതിയിലാകും. അപ്പോൾ മറ്റുള്ളവരെ നിർവാണധാമത്തിൽ എത്തിക്കാനാകും. ഇപ്പോൾ എല്ലാവരും മുക്തി ആഗ്രഹിക്കുന്നു. മോചിപ്പിക്കൂ, മോചിപ്പിക്കൂ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നല്ല ശതമാനത്തിൽ പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടാവുക. അർത്ഥം തീവ്ര പുരുഷാർത്ഥി. അപ്പോൾ ബാപ്ദാദ പറയും, ആഹാ, ആഹാ കുട്ടികളെ, ആഹാ. താങ്കളും പറയും, ആഹാ ബാബ, ആഹാ. ആഹാ ഡ്രാമ, ആഹാ. ആഹാ പുരുഷാർത്ഥം, ആഹാ. എന്നാൽ അറിയാമോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അറിയാമോ? ഇടയ്ക്ക് ആഹാ എന്ന് പറയുന്നു, ഇടയ്ക്ക് വൈ, അതായത് എന്തുകൊണ്ട് എന്ന് പറയുന്നു. ആഹാ എന്നതിനു പകരം വൈ, വൈ അയ്യോ എന്നായി മാറുന്നു. അതിനാൽ വൈ അല്ല, ആഹാ. താങ്കൾക്കും എന്താണിഷ്ടം? ആഹാ എന്നതാണോ വൈ എന്നതാണോ? എന്താണ് നന്നായി തോന്നുന്നത്? ആഹാ. ഇടയ്ക്ക് വൈ എന്ന് പറയുന്നില്ലല്ലോ. അറിയാതെ വന്നു ചേരുന്നു. ഡബിൾ വിദേശികൾ വൈ വൈ പറയുന്നുണ്ടോ? ഇടയ്ക്കിടെ പറയാറുണ്ടോ? ഡബിൾ വിദേശികളിൽ ആരാണോ ഒരിക്കലും വൈ എന്ന് പറയാത്തത് അവർ കൈ ഉയർത്തു. വളരെ കുറവാണ്. ശരി, ഭാരതവാസികളിൽ ആരാണോ ആഹാ ആഹാ എന്നതിനു പകരം എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് പറയുന്നത് അവർ കൈ ഉയർത്തു. എന്താ എന്തുകൊണ്ട് എന്ന് പറയുന്നുണ്ടോ? ആരാണ് താങ്കൾക്കതിന് അനുവാദം നൽകിയത്? സംസ്കാരങ്ങളോ? പഴയ സംസ്കാരങ്ങളാണ് താങ്കൾക്ക് വൈ എന്നതിന് അനുവാദം നൽകിയിരിക്കുന്നത്. ബാബ പറയുന്നു, ആഹാ ആഹാ എന്ന് പറയൂ, വൈ വൈ എന്നല്ല. അപ്പോൾ പുതിയ വർഷത്തിൽ എന്തു ചെയ്യും? ആഹാ ആഹാ എന്ന് പറയുമോ? അതോ ഇടയ്ക്കിടെ വൈ പറയാനുള്ള അനുവാദം എടുക്കുമോ? വൈ നല്ലതല്ല. വൈ അല്ലെങ്കിൽ വയറ്റിൽ ഗ്യാസ് ഉണ്ടാകുമ്പോൾ മോശമാകുന്നില്ലേ? അപ്പോൾ വൈ ഗ്യാസ് ആണ്. ഇത് പറയാതിരിക്കൂ. ആഹാ ആഹാ എത്ര നന്നായി തോന്നുന്നു. ശരി പറയൂ, ആഹാ ആഹാ ആഹാ. നല്ലത്. ആരാണോ ദൂരദേശത്തു നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്, ഭാരതത്തിലും വിദേശത്തിലും ആ കുട്ടികളോടും ചോദിക്കുകയാണ്, ആഹാ ആഹാ എന്ന് പറയുന്നുവോ അതോ വൈ വൈ എന്ന് പറയുന്നുവോ? ഇപ്പോൾ വിടയുടെ ദിവസമല്ലേ? ഇന്ന് വർഷത്തിന് വിട നൽകാനുള്ള അവസാന ദിവസമാണ്. അപ്പോൾ എല്ലാവരും സങ്കല്പം ചെയ്യൂ, വൈ എന്ന് പറയുകയില്ല, ചിന്തിക്കുക പോലുമില്ല, ചോദ്യചിഹ്നമില്ല, ആശ്ചര്യചിഹ്നമില്ല, ബിന്ദു. ചോദ്യചിഹ്നം എഴുതി നോക്കൂ, എത്ര വളഞ്ഞതാണ്. ബിന്ദു എത്ര എളുപ്പമാണ്. കേവലം നയനങ്ങളിൽ ബാബയാകുന്ന ബിന്ദുവിനെ ഉൾക്കൊള്ളൂ. നയനങ്ങളിൽ കാണുന്നതിനുള്ള ബിന്ദു അടങ്ങിയിരിക്കുന്നതുപോലെ ഇങ്ങനെ തന്നെ സദാ നയനങ്ങളിൽ ബിന്ദുവായ ബാബയെ അലിയിക്കൂ. ഉൾക്കൊള്ളാൻ അറിയാമല്ലോ. അറിയുമോ അതോ ഫിറ്റാകുന്നില്ലേ? മേലുകീഴായി പോകുന്നുണ്ടോ? അപ്പോൾ എന്തു ചെയ്യും?
ആർക്ക് വിട നൽകും? വൈ എന്നതിന്. ഒരിക്കലും ആശ്ചര്യത്തിന്റെ ലക്ഷണം പോലും വരരുത്. ഇതെങ്ങനെ? ഇങ്ങനെയും ഉണ്ടാകുമോ? ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ചോദ്യചിഹ്നമല്ല, ആശ്ചര്യത്തിന്റെ അടയാളം പോലും അരുത്. ബാബയും ഞാനും മാത്രം. പല കുട്ടികളും പറയുന്നു, ഇതൊക്കെ നടക്കുമല്ലോ. ബാബ്ദാദയോട് വളരെ രമണീകമായ കാര്യങ്ങൾ ആത്മീയ സംഭാഷണത്തിൽ പറയുന്നു. മുന്നിൽ പറയുവാൻ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ ആത്മീയ സംഭാഷണത്തിൽ എല്ലാം പറഞ്ഞു കേൾപ്പിക്കുന്നു. ശരി, എല്ലാം നടക്കും. പക്ഷെ താങ്കൾക്ക് നടക്കാൻ പാടില്ല. താങ്കൾ പറക്കണം. അതുകൊണ്ട് നടക്കുന്നതിന്റെ കാര്യങ്ങൾ എന്തിന് കാണുന്നു? പറക്കൂ, പറത്തൂ. ശുഭഭാവന, ശുഭകാമന. ഇത്രയും ശക്തിശാലിയാണ്. ശുഭഭാവന, ശുഭകാമനയല്ലാതെ ഇടയ്ക്ക് പോലും വൈ വരരുത്. അപ്പോൾ ഇത്രയും ശക്തിശാലിയാണ്. ആരെങ്കിലും അശുഭഭാവനക്കാരെ പോലും ശുഭഭാവനയാൽ മാറ്റുവാൻ സാധിക്കും. 2ാം നമ്പർ അഥവാ മാറ്റാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും താങ്കളുടെ ശുഭഭാവന, ശുഭകാമന അവിനാശിയാണ്. ഇടയ്ക്കിടെ ഉള്ളതല്ല, അവിനാശിയാണ്. അതിനാൽ താങ്കൾക്ക് മേൽ അശുഭഭാവനയുടെ പ്രഭാവം വീഴുവാൻ സാധിക്കുകയില്ല. ചോദ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതേതുവരെ നടക്കും? എങ്ങനെ നടക്കും? ഇങ്ങനെ ചിന്തിക്കുന്നതിലൂടെ ശുഭഭാവനയുടെ ശക്തി കുറഞ്ഞു പോകുന്നു. ഇല്ലെങ്കിൽ ശുഭഭാവന, ശുഭകാമന ഈ സങ്കല്പശക്തിയിൽ വളരെ ശക്തിയാണ്. നോക്കൂ, താങ്കളെല്ലാവരും ബാബ്ദാദയുടെ അടുക്കൽ വന്നിരിക്കുന്നു. ആദ്യത്തെ ദിവസം ഓർമ്മിക്കൂ, ബാബ്ദാദ എന്താണ് നൽകിയത്? വന്നത് പതിതരാകട്ടെ, പാപിയാകട്ടെ, സാധാരണക്കാരാകട്ടെ, ചിന്താഗതി ഉള്ളവരാകട്ടെ, വിഭിന്ന ഭാവനയുള്ളവരാകട്ടെ, ബാബ്ദാദ എന്താണ് ചെയ്തത്? ശുഭഭാവന വെച്ചല്ലോ. എന്റേതാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്, ഹൃദയസിംഹാസനധാരിയാണ്. ഇങ്ങനെ ശുഭഭാവന വെച്ചില്ലേ, ശുഭകാമന വെച്ചില്ലേ? അതിലൂടെ തന്നെ ബാബയുടേതായല്ലോ. ബാബ പറഞ്ഞുവോ, എന്താ പാപി, എന്തിനു വന്നിരിക്കുന്നു എന്ന്? ശുഭഭാവന വെച്ചു. എന്റെ കുട്ടികൾ, മാസ്റ്റർ സർവശക്തിവാൻ കുട്ടികൾ. ബാബ താങ്കൾക്കെല്ലാവർക്കും മേൽ ശുഭഭാവന വെച്ചു, ശുഭകാമന വെച്ചു. അപ്പോൾ താങ്കളുടെ ഹൃദയം എന്തു പറഞ്ഞു? എന്റെ ബാബ. ബാബ എന്തു പറഞ്ഞു? എന്റെ കുട്ടികൾ. ഇങ്ങനെ തന്നെ അഥവാ ശുഭഭാവന, ശുഭകാമന വെച്ചുവെങ്കിൽ എന്താണ് കാണപ്പെടുക? എന്റെ കൽപ്പം മുമ്പത്തെ മധുര സഹോദരൻ, എന്റെ നഷ്ടപ്പെട്ട് തിരികെ കിട്ടിയ സഹോദരി. പരിവർത്തനം ഉണ്ടായിക്കൊള്ളും. അപ്പോൾ ഈ വർഷത്തിൽ എന്തെങ്കിലും ചെയ്തു കാണിക്കുക. കേവലം കൈ ഉയർത്തുകയല്ല. കൈ ഉയർത്തുക വളരെ എളുപ്പമാണ്. മനസ്സിന്റെ കൈ ഉയർത്തുക എന്തെന്നാൽ വളരെ ജോലി ബാക്കി കിടക്കുന്നു. ബാബ്ദാദ ദൃഷ്ടി വെക്കുന്നുണ്ട്. ആത്മാക്കളുടെ മേൽ വളരെ ദയ വരുന്നുണ്ട്. ഇപ്പോൾ പ്രകൃതിയും അസ്വസ്ഥമായിരിക്കുന്നു. പ്രകൃതി സ്വയം ബുദ്ധിമുട്ടിയിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ആത്മാക്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇരിക്കുന്നു. ബാബയ്ക്ക് കുട്ടികളെ കണ്ട് ദയ തോന്നുന്നു. താങ്കൾ എല്ലാവർക്കും ദയ വരുന്നില്ലേ? കേവലം വാർത്ത കേട്ട് മിണ്ടാതിരിക്കുകയാണോ? ഇത്രയും ആത്മാക്കൾ പോയി, അത്രമാത്രം എന്ന്. ആത്മാക്കൾ സന്ദേശത്തിൽ നിന്ന് വഞ്ചിക്കപ്പെട്ടു പോയി. ഇപ്പോൾ ദാതാവാകൂ, ദയാമനസ്കരാകൂ. ഇത് അപ്പോഴാണ് ഉണ്ടാവുക. ദയ അപ്പോഴാണ് വരിക. എപ്പോഴാണോ? ഈ വർഷത്തിന്റെ ആരംഭത്തിൽ അവനവനിൽ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി പ്രത്യക്ഷപ്പെടുത്തുന്നത്
അപ്പോൾ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി, ഈ ദേഹത്തിന്റെ ദേഹബോധത്തിന്റെ സ്മൃതി, ഇതും പരിധിയില്ലാത്ത വൈരാഗ്യത്തിന്റെ കുറവാണ്, ആകർഷണമാണ്. വൈരാഗ്യമില്ല എങ്കിൽ ആകർഷണമുണ്ട്. പരിധിയില്ലാത്ത വൈരാഗിയായി മാറുമ്പോൾ മനോവൃത്തിയിലും വൈരാഗി, ദൃഷ്ടിയിലും പരിധിയില്ലാത്ത വൈരാഗി, സംബന്ധ സമ്പർക്കത്തിൽ, സേവനത്തിൽ, എല്ലാത്തിലും പരിധിയില്ലാത്ത വൈരാഗി. അപ്പോൾ മുക്തിധാമത്തിന്റെ കവാടം തുറക്കും. ഇപ്പോഴാണെങ്കിൽ ആത്മാക്കൾ ശരീരം വിട്ടു പോവുകയാണ്. പിന്നീട് ജന്മമെടുക്കും, പിന്നെ ദുഃഖിയാകും. ഇനി മുക്തിധാമത്തിന്റെ കവാടം തുറക്കുന്നതിന് നിമിത്തം താങ്കളല്ലേ? ബ്രഹ്മബാബയുടെ കൂട്ടുകാരല്ലേ? അപ്പോൾ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയാണ് കവാടം തുറക്കാനുള്ള താക്കോൽ. ഇപ്പോൾ താക്കോൽ ഇട്ടിട്ടില്ല, താക്കോൽ തയ്യാറായിട്ടേയില്ല. ബ്രഹ്മബാബയും കാത്തിരിക്കുകയാണ്, അഡ്വാൻസ് പാർട്ടിയും കാത്തിരിക്കുകയാണ്, പ്രകൃതിയും കാത്തിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്നു. മായയും തന്റെ ദിനങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയൂ, ഹേ മാസ്റ്റർ സർവശക്തിവാൻ, പറയൂ, എന്തു ചെയ്യണം? ഈ വർഷത്തിൽ എന്തെങ്കിലും നവീനത ചെയ്യുമല്ലോ. പുതിയ വർഷമെന്ന് പറയുന്നുവെങ്കിൽ നവീനത ചെയ്യണമല്ലോ. ഇപ്പോൾ പരിധിയില്ലാത്ത വൈരാഗ്യത്തിന്റെ മുക്തിധാമത്തിൽ പോകുന്നതിന്റെ താക്കോൽ തയ്യാറാക്കൂ. താങ്കൾ എല്ലാവർക്കും ആദ്യം മുക്തിധാമത്തിൽ പോകണമല്ലോ. ബ്രഹ്മബാബയോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ഒപ്പം പോകും, ഒപ്പം വരും, ഒപ്പം രാജ്യം ഭരിക്കും, ഒപ്പം ഭക്തിയും ചെയ്യും. അപ്പോൾ ഇനി തയ്യാറാകൂ. ഈ വർഷത്തിൽ ചെയ്യുമോ അതോ അടുത്ത വർഷം വേണമോ? ആരാണോ കരുതുന്നത് ഈ വർഷം അറ്റൻഷൻ വെച്ച് വീണ്ടും വീണ്ടും ചെയ്യും, അവർ കൈ ഉയർത്തൂ. ചെയ്യുമോ? അഡ്വാൻസ് പാർട്ടി താങ്കൾക്ക് വളരെ ആശംസകൾ നൽകും. അവരും ക്ഷീണിച്ചിരിക്കുന്നു. ശരി, ടീച്ചേഴ്സ് എന്തു പറയുന്നു? ആദ്യ വരിയിലുള്ളവർ എന്തു പറയുന്നു? ആദ്യ വരിയിലെ പാണ്ഡവർ, ആദ്യ വരിയിലെ ശക്തികൾ ആര് ചെയ്യുമോ അവർ കൈ ഉയർത്തൂ. പകുതി കൈ അല്ല, പകുതി ഉയർത്തുകയാണെങ്കിൽ പറയും പകുതി ചെയ്യും. കൈ നീട്ടി ഉയർത്തൂ. ശരി, ആശംസകൾ, ആശംസകൾ. നല്ലത്. ഡബിൾ വിദേശികൾ കൈ ഉയർത്തൂ. പരസ്പരം നോക്കൂ, ആര് ഉയർത്തിയിട്ടില്ല. ശരി, ഈ സിന്ധി ഗ്രൂപ്പും കൈ ഉയർത്തുകയാണ്. അത്ഭുതമാണ്. താങ്കൾ ചെയ്യുമോ? സിന്ധി ഗ്രൂപ്പ് ചെയ്യുമോ? അപ്പോൾ ഡബിൾ ആശംസകൾ. വളരെ നല്ലത്. പരസ്പരം കൂട്ടു നൽകി, ശുഭഭാവനയുടെ സൂചന നൽകി, കൈയോട് കൈ ചേർത്ത് ചെയ്യുക തന്നെ വേണം. ശരി. ബ്രാക്കറ്റിൽ സഭയിലാരോ ശബ്ദമുണ്ടാക്കി. എല്ലാവരും ഇരിക്കൂ. നത്തിങ് ന്യൂ. ഇപ്പോൾ ഒരു സെക്കൻഡ് ബിന്ദുവായ ബാബയെ ഓർമ്മിക്കൂ. എന്തു തന്നെ കാര്യങ്ങളുണ്ടെങ്കിലും അതിന് ബിന്ദുവിടൂ. ഇടാൻ സാധിക്കുമോ? ഒരു സെക്കൻഡിൽ ഞാൻ ബാബയുടേത്, ബാബ എന്റേത്, അത്രമാത്രം. ശരി. ഇപ്പോൾ നാനാഭാഗത്തെയും സർവ പുതിയ യുഗത്തിന്റെ യജമാനരായ കുട്ടികൾക്ക്, നാനാഭാഗത്തെയും പുതിയ വർഷം ആഘോഷിക്കുന്നതിൽ ഉണർവുത്സാഹം ഉള്ളവരായ കുട്ടികൾക്ക് സദാ പറന്നുകൊണ്ടിരിക്കുക, പറത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പറക്കുന്നവരായ കുട്ടികൾക്ക് സദാ തീവ്ര പുരുഷാർത്ഥത്തിലൂടെ വിജയീ മാലയുടെ മണികളാകുന്ന വിജയീ രത്നങ്ങൾക്ക് പുതുവർഷത്തിന്റെയും പുതുയുഗത്തിന്റെയും ആശീർവാദങ്ങൾ. ഒപ്പമൊപ്പം കോടിമടങ്ങ് തളികകൾ നിറച്ച് ആശംസകൾ, ആശംസകൾ. ഒരു കൈകൊണ്ട് കൈയടിക്കൂ. ശരി. വരദാനം.
ഏകാഗ്രതയുടെ അഭ്യാസത്തിലൂടെ ഏകരസസ്ഥിതി ഉണ്ടാക്കുന്നവരായ സർവസിദ്ധി സ്വരൂപരായി ഭവിക്കട്ടെ. എവിടെ ഏകാഗ്രതയുണ്ടോ അവിടെ സ്വതവേ ഏകരസസ്ഥിതിയുണ്ട്. ഏകാഗ്രതയിലൂടെ സങ്കല്പം, വാക്ക്, കർമ്മത്തിന്റെ വ്യർത്ഥം സമാപ്തമായി പോകുന്നു. സമർത്ഥത കൈവരുന്നു. ഏകാഗ്രത അർത്ഥം ഒരേ ശ്രേഷ്ഠ സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യുക. ബീജരൂപമായ സങ്കല്പത്തിൽ മുഴുവൻ വൃക്ഷമാകുന്ന വിസ്താരം അടങ്ങിയിട്ടുണ്ട്. ഏകാഗ്രത വർദ്ധിപ്പിക്കൂ, എങ്കിൽ സർവതരത്തിലുമുള്ള ഇളക്കങ്ങൾ സമാപ്തമായിക്കൊള്ളും. എല്ലാ സങ്കല്പം, വാക്ക്, കർമ്മവും സഹജമായി സിദ്ധമാകും. അതിനുവേണ്ടി ഏകാന്തവാസി ആകൂ. സ്ലോഗൻ: ഒരു തവണ സംഭവിച്ച തെറ്റിനെ വീണ്ടും വീണ്ടും ചിന്തിക്കുക. അർത്ഥം: കറയ്ക്കുമേൽ കറ വീഴ്ത്തുക. അതിനാൽ കഴിഞ്ഞതിന് ബിന്ദുവിടൂ. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിന്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. ഈ സമയം ആത്മാക്കളും ശരീരവും കമ്പൈൻഡാണ്. ഇങ്ങനെ ബാബയും താങ്കളും കമ്പൈൻഡായി ഇരിക്കൂ. കേവലം ഇത് ഓർമ്മ വയ്ക്കൂ: എന്റെ ബാബ. തന്റെ മസ്തകത്തിൽ സദാ കൂട്ടിന്റെ തിലകമണിയൂ. ആരാണ് കൂടെ ഉണ്ടാകുന്നത് അവരെ ഒരിക്കലും മറക്കുകയില്ല. അപ്പോൾ കൂട്ടുകാരനെ സദാ കൂടെ വയ്ക്കൂ. കൂടെ ഉണ്ടാകുമെങ്കിൽ കൂടെ പോകും. കൂടെ കഴിയണം, കൂടെ പോകണം. ഓരോ സെക്കൻഡ്, ഓരോ സങ്കല്പത്തിൽ കൂടെ തന്നെയാണ്. ഓം ശാന്തി.